എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ഏൺ ചെയ്യുന്നതാണ് നമ്മുടെ സ്ട്രാറ്റജി. നാളെ സെൻസെക്സ് എക്സ്പയറി ആണ്. സോ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. സെൻസെക്സ് എക്സ്പയറിയിൽ മോസ്റ്റ്ലി സൈഡ് വേസ് അല്ലെങ്കിൽ പിന്നെ എനിക്ക് നല്ലൊരു ഹ്യൂജ് മൂവ് ഉണ്ടാവാറുണ്ട്. ദാറ്റ് മീൻസ് ഡൗൺ സൈഡ് റെയർ ആണ്, മോസ്റ്റ്ലി അപ്പ് സൈഡ് അല്ലെങ്കിൽ സൈഡ് വേസ് ആണ്. സോ ഇനി അത് നമ്മൾ കാൽക്കുലേറ്റ് ഇങ്ങനെ ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എക്സ്പയറിയുടെ അന്ന് ഏത് ഇൻഡെക്സിൻ്റെ എക്സ്പയറി ആണ് അന്ന് 9:30 to 10 ആ ഒരു ടൈമിങ്ങിൽ നമ്മൾ മോർണിംഗ് AM ആ ഒരു ടൈമിൽ ഹാഫ് ആൻ അവർ പ്രീമിയമിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്. ദാറ്റ് മീൻസ് പ്രീമിയം എറ്റ് ദ മണിയുള്ള പ്രീമിയം കൂടുതലാണോ ഓർ കുറവാണോ. എറ്റ് ദ മണിയുള്ള പ്രീമിയം കൂടുതലാണെങ്കിൽ സോ നമുക്ക് ഡയറക്ഷൻ കിട്ടാനുള്ള ചാൻസസ് ആണ്. പ്രീമിയം കുറവാണെങ്കിൽ സൈഡ് ഓർ കുറവാണെങ്കിൽ ഓർ സെയിം എക്സാക്ട് അല്ലെങ്കിൽ സോ സൈഡ് വേസ് ആക്കാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അങ്ങനെയാണ് ഞാൻ യൂഷ്വലി പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഞാൻ എക്സ്പയറിയുടെ വീഡിയോസിന് ഒത്തിരി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ആ കാൽക്കുലേഷൻ അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് വേഗം നിഫ്റ്റിയുടെ അനാലിസിസ് കിടക്കാം. സമയം ഇത്തിരി കുറവാണ്, ബട്ട് യെസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. സോ നിഫ്റ്റിയുടെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ 1 hour ടൈം ഫ്രെയിമിൽ നമ്മളെപ്പോഴും ഐ തിങ്ക് ലാസ്റ്റ് 1 month ആയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ദാറ്റ് മീൻസ് നിഫ്റ്റി ഫർദർ ബുള്ളിഷായി ഇൻ ഡെയിലി ടൈം ഫ്രെയിം, ബിഗർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷായി ആൻഡ് ദെൻ നമുക്ക് അപ്പ് മൂവ് നമുക്ക് കിട്ടും. ഓക്കെ, സോ അതുവരെ ആ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക്ഔട്ട് ആവുന്നവരെ സോ മാർക്കറ്റ് ഒരു കൺഫ്യൂസിവ് സ്ട്രക്ചറിലായിരിക്കും ഇൻ ബിഗർ ടൈം ഫ്രെയിം. ഓക്കെ, സോ ബിഗർ ടൈം ഫ്രെയിം. ഓക്കെ, അതുവരെ മാർക്കറ്റ് ഈ ഒരു ചാനലിൻ്റെ അകത്ത് തന്നെയാണ്. ഇതിന് പറയണമെന്ന് വെച്ചാൽ 333 കറക്ഷൻ ഓർ കറക്ഷൻസിലേക്ക് നമുക്ക് കറക്ഷൻസ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ നിന്ന് വേറൊരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൂടി ഇവിടുന്ന് താഴെ തന്നെ ഇത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് കേട്ടോ. സോ യെസ്, ഇതാണ്. സോ അതാണ് ഈ സ്ട്രക്ചർ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് നോക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താ വേഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻ ഇൻട്രാ ഡേ പർപ്പസ്. ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണാൻ 333 ഈ ഒരു ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ പ്രൈസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ തേർഡ് വേവിൻ്റെ ഒരു റൂളാണ് പ്രൈസ് എപ്പോഴും ഗ്യാപ്പ് അപ്പ് ആകും. ഓക്കെ, സോ ഇത് നമ്മൾ കൗണ്ട് ചെയ്തു. ഫസ്റ്റ് വേവ് ആണ്, സെക്കൻഡ് വേവ് ആണ്, സെക്കൻഡ് വേവിൻ്റെ കൺസോളിഡേഷൻ ആൻഡ് തേർഡ് വേവിൻ്റെ എക്സാക്ട്ലി ഗ്യാപ്പ് അപ്പ് ആയി പ്രൈസ് ഫസ്റ്റ് വേവിൻ്റെ അബവ് ഗ്യാപ്പ് അപ്പ് ആയി ആൻഡ് പ്രൈസ് ഓൺ ഗോയിങ് ആണ്. ഓക്കെ, സോ ബാക്കി ലെവൽ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ഹൈ ആണ് ഇന്നത്തെ, ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, തേർഡ് വേവ് നമ്മൾ എപ്പോഴും പ്രിഡിക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ ഏരിയയിൽ ഫസ്റ്റ് വേവിൻ്റെ ഹൈ ആ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കൺസോളിഡേഷൻ ഉണ്ടാവും. കൺസോളിഡേഷൻ ഉണ്ടായിട്ട് പിന്നെയാണ് അത് ഗ്യാപ്പ് അപ്പ് തരുള്ളൂ. ഗ്യാപ്പ് അപ്പ് ജെന്വിൻ ഗ്യാപ്പ് അപ്പ് ആയിരിക്കും ഫോർ തേർഡ് വേവ്. ഓക്കെ, അതാണ് തേർഡ് വേവിൻ്റെ ഒരു റൂളാണ്. അത് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് വീഡിയോ കാണണം. അതിനകത്ത് റൂൾസ് വരെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓരോരോ വേവിൽ ഓരോ റൂൾസാണ്. അത് എത്ര വരും, എങ്ങനെ വരും, ഗ്യാപ്പ് അപ്പ് എപ്പോൾ തരും, ഏത് വേവിൽ ഗ്യാപ്പ് അപ്പ് തരും, അതാണ് നമ്മുടെ. ഓക്കെ, മസ്റ്റായിട്ട് ആ വീഡിയോസ് കാണും. ഞാൻ പിന്നെ ചെയ്തേക്കാം, അല്ലെങ്കിൽ ലേണിംഗ് വീഡിയോസ് ഉണ്ടാകും, അതിനകത്ത് കാണണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഐ ബട്ടണിൽ എന്തായാലും മുകളിൽ വരും, അതിനകത്ത് ഐ ബട്ടൺസിൽ ഓരോ വീഡിയോ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് വേവിൻ്റെ ഹൈ ആൻഡ് സെക്കൻഡ് വേവിൻ്റെ ലോ. നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും റെസിസ്റ്റൻസ് നെക്സ്റ്റ് എന്തൊക്കെ ആയിരുന്നു. ഓക്കെ, സോ ഇതാണ് ഇന്ന് മാർക്കറ്റ് കണ്ടോ റിജക്ഷൻ എടുത്തു. ഇവിടെ നിന്ന് ഒരു 41.40% വരെ പോയിട്ട് ദെൻ വീണ്ടും റിജക്ഷൻ താഴേക്ക്. ഇനി നെക്സ്റ്റ് എന്താ എനിക്ക് അതാണ് ഇപ്പോൾ നമുക്ക് വേഗം പറയാനുള്ളത്. ഇനി മെയിനായിട്ട് പറയാനുള്ളത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് ശരിക്കും തേർഡ് വേവ്, ജെന്വൻ തേർഡ് വേവ് ആണെങ്കിൽ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പാടില്ല. ഈ ഗ്യാപ്പ് സപ്പോർട്ടായിട്ട് ആണ് വർക്ക് ചെയ്യാറുള്ളൂ. മനസ്സിലായോ? സോ പ്രൈസ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനേ പാടില്ല. ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ ദാറ്റ് മീൻസ് തേർഡ് വേവിൻ്റെ റൂൾ അങ്ങനെയാണ്. തേർഡ് വേവ് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് പോകാറുള്ളൂ യൂഷ്വലി. ഓക്കെ, സോ നാളെ നമുക്ക് നോക്കാനുള്ളത് 24,700 വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, മേ ബി കൺഫർമേഷൻ ഇല്ല, മേ ബി വരാനുള്ള ചാൻസസ് ഉണ്ടാകും താഴേക്ക്. കാരണം എന്ന് വെച്ചാൽ അപ്പോഴും ഈ ഒരു ഗ്യാപ്പ് ഫുൾ പെൻഡിങ് ആയിരിക്കുള്ളൂ. ഓക്കെ, സോ ഈ ഒരു ഫുള്ള് ഗ്യാപ്പ് നമ്മുടെ എന്താണ് സപ്പോർട്ടാണ് ഇത്. ഓക്കെ, ഇത് ഒരു സപ്പോർട്ടാണ്. ഓക്കെ, സോ ഇൻ കേസ് ഈ ഫോൾ സ്റ്റിൽ ഇപ്പോൾ ഇത് തേർഡ് വേവ് തന്നെയാണ്. ഫോർത്തിൻ്റെ ഫോൾ വരുന്നുണ്ടോ എന്ന് അതിനൊരു കൺഫർമേഷൻ നമുക്ക് ഇല്ല. അതിന് കൺഫർമേഷൻ തരാൻ പറ്റത്തില്ല തേർഡ്. ഓക്കെ, സോ ഇത് സ്റ്റിൽ തേർഡാണ്. ഇൻ കേസ് ഇത് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇന്നത്തെ ഈ ലോ ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് എത്രയാണ് 840. ഓക്കെ, 850 സോറി. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സോ പ്രൈസ് ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. വീണ്ടും സപ്പോർട്ട് തിരിച്ച് കയറാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, എന്താ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻ കേസ് ഫോർത്ത് വേവിൻ്റെ ഫോൾ ആണെങ്കിൽ
ഇന്നത്തെ സ്ട്രക്ചർ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ, ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇത് കണ്ട സ്റ്റിൽ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് പ്രൈസ് പോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് മിനിമം ക്രൈറ്റീരിയ ആണ് 23.60%. സോ അവിടെ തന്നെയാണ് പ്രൈസ് സ്റ്റിൽ ഉള്ളത്. ദാറ്റ് മീൻസ് പ്രൈസ് സ്റ്റിൽ വീക്ക് അല്ല. ഓക്കെ, സ്റ്റിൽ വീക്ക് അല്ല. ആൻഡ് ഇൻ കേസ് ഫർദർ ഫോൾ വരുവാണെങ്കിൽ 50% ഫോർത്ത് വേവിൻ്റെ ഫോൾ ആണ്. ഇത് ഫോർത്ത് വേവിൻ്റെ ഫോൾ ആണെങ്കിൽ 50% വരാവുള്ളൂ. അത് എത്രയാണ്? 24,684. ഓക്കെ, ദാറ്റ് മീൻസ് ഫസ്റ്റ് വേവിൻ്റെ ഹൈ കൂടി വരുന്നുണ്ട്. സോ അത് നല്ലൊരു ജെന്വൻ സപ്പോർട്ടാണ് നമ്മുടെ ഒരു ഏരിയ. ഓക്കെ, സോ ആ ഒരു ഏരിയ നല്ല ഒരു ജെന്വൻ സപ്പോർട്ട് കൂടിയാണ്. സോ അത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, സോ നാളെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതാണ്. തേർഡ് വേവ് ആണെങ്കിൽ ജെന്വൻ ഗ്യാപ്പ് അപ്പ് സൈറ്റാണ് പോകുന്നത്. നാളെ നമുക്ക് നോക്കാം എങ്ങനെ ഗ്യാപ്പ് അപ്പ് ആണോ ഇല്ല എന്നെങ്ങനെ, അത് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഇനി സ്മോൾ ടൈം ഫ്രെയിം വേഗം ഞാൻ വന്നിട്ട് ഒരു കാൽക്കുലേഷൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് റിജക്ഷൻ എടുത്തുള്ളൂ. സോ ഞാൻ ഇത് കൗണ്ട് ചെയ്യുന്നത് എങ്ങനെ, ഇത് എ, ഇത് ബി ദ ബൗൺസ് ആൻഡ് സി ആണ്. ഓക്കെ, ബുള്ളിഷ് എപ്പോഴാവുക? ഓക്കെ, സോ ബുള്ളിഷ് ആകുന്നത് എപ്പോഴാണ്? ഇതിൻ്റെ അബവ് മാത്രം. ഓക്കെ, ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ ബുള്ളിഷ് ആവുക സ്മോൾ ടൈം ഫ്രെയിമിൽ. ആൻഡ് ഇതിൻ്റെ ഈ 7 ലോ ഇത് ക്ലോൺ കോപ്പി ചെയ്ത് ഇങ്ങനെ വെക്കണം. സോ പ്രൈസ് ഈ ചാനലിൻ്റെ അകത്താണെങ്കിൽ ബുള്ളിഷ് തന്നെ ആയിരിക്കും. ഈ ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ തരുവാണെങ്കിൽ ഫർദർ താഴത്തെ ലെവൽസ് അപ്പോഴും നമ്മൾ സപ്പോർട്ട് 24,700 ആൻഡ് 680 വരെ നമ്മളെ പ്രൈസ് ഇവിടെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ബുള്ളിഷ് ഇതിൻ്റെ അബവ് ആവുക. ഓക്കെ, ഈ ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ബുള്ളിഷ് ആവുക. ആൻഡ് ഫർദർ ലെവൽസ് നമ്മുടെ ഓൾറെഡി ഇവിടെ ഒരു റെസിസ്റ്റൻസ് എന്നൊക്കെ നമ്മുടെ ഉണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി യെസ് ഗ്യാപ്പ് അപ്പ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇതേപോലെ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ കൂടുതൽ എനിക്ക് പറയാനുള്ളില്ല ഇതിനകത്ത്. ഇതൊക്കെ ഇന്നത്തെ ലോ സപ്പോർട്ടാണ്. ഫർദർ സപ്പോർട്ട് ഇതിൻ്റെ ബിലോ ആണ്. ABC സ്ട്രക്ചറാണ് ഇതിൻ്റെ 1, 2, 3. അതന്നെ ABC സ്ട്രക്ചറാണ് ബാങ്ക് നിഫ്റ്റിയുടെ. ഇന്നത്തെ ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് വരും ഇന്നത്തെ ഹൈ. സോറി, ഓക്കെ, അത് റെസിസ്റ്റൻസ് ആക്കി മാർക്ക് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, ഈ ലോ സപ്പോർട്ടായി ആൻഡ് ഹൈ റെസിസ്റ്റൻസ് ആയി. ട്രാപ്പ് ആവേണ്ട, എല്ലാവരും ശ്രദ്ധിക്കുക. ട്രാപ്പ് ആവാൻ നിൽക്കല്ലേ. സ്ട്രക്ചർ ഇപ്പോൾ ബുള്ളിഷ് ആയതുള്ളൂ. തേർഡ് വേവിന് ഗ്യാപ്പ് ആയിട്ടുള്ളൂ. ഓക്കെ, സോ ശ്രദ്ധിക്കാനുള്ളതാണ്. ക്രാഷിന് ഇപ്പോൾ ഒന്നും മീൻസ് താഴേക്ക് ഇത്തിരി ഫോൾ വരുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മേ ബി ചിലപ്പോൾ പോസ് എടുത്തിട്ട് താഴെ നാളെ ഇച്ചിരി കൂടി താഴേക്ക് കൊണ്ടുവന്നിട്ട് പോസ് എടുത്തിട്ടൊന്നും സൈഡ് വേസ് ആക്കാനുള്ള ചാൻസസ് ഉണ്ടാവും ഫസ്റ്റ് സെഷനിൽ. ഓക്കെ, സെക്കൻഡ് സെഷനിൽ ചിലപ്പോൾ വീണ്ടും മുകളിലേക്ക് കയറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഓക്കെ, അത്രയും കൺഫർമേഷൻ എനിക്കില്ല. അത്ര കൺഫർമേഷൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ നല്ല ഒരു അടിപൊളി ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയത്. സോ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. സെൻസെക്സിലേക്ക് ആക്കാം. സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെ എക്സാക്ട്ലി. ഓക്കെ, ഈ ഒരു ഹൈ സപ്പോർട്ടാണ്. ആ ചാനൽ നിഫ്റ്റിയുടെ പോലെ ചാനൽ ഇതിനകത്ത് വരയ്ക്കുക കേട്ടോ. സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് അത് വരയ്ക്കാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ അബവ് എക്സാക്ട്ലി ദിക്ഷണി ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ, ഈ ഹൈഡ് അബവ് പോവുകയാണെങ്കിൽ ഫർദർ സൈഡ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഫസ്റ്റ് വേവിയുടെ ഹൈ സപ്പോർട്ട് ഇതാണ്. ഫസ്റ്റ് വേവിയുടെ ഹൈ സപ്പോർട്ടായിട്ട്. ഓക്കെ, നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിനകത്ത് ചാനൽ വരയ്ക്കുക. ഞാൻ ബിയറിഷ് സൈഡ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നില്ല. നോക്കാം നമുക്ക്. ഫസ്റ്റ് വേവിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ, ദാറ്റ് മീൻസ് ഇതിനകത്ത് 81,000, മറ്റേത് നോൺ നിഫ്റ്റിയിൽ 24,700. അങ്ങനെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഡൗൺ സൈഡിലുള്ള ചാൻസസ് ആണ്. പക്ഷേ അത് മറക്കേണ്ട, തേർഡ് വേവിൻ്റെ ഗ്യാപ്പ് ഫിൽ ചെയ്യാറില്ല വെച്ചാൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് അവർക്കൊക്കെ അറിയാലോ, 5 വേവ് കഴിഞ്ഞിട്ടാണ് ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാറുള്ളൂ. ദാറ്റ് മീൻസ് മേജർ 1 ഡിഗ്രി. 5 വേവ് കഴിഞ്ഞിട്ട് 5 വേവ് കഴിഞ്ഞാൽ ഒരു മേജർ 1 വേവ് ഓർ 1 ഡിഗ്രി ആൻഡ് ദെൻ വരുന്ന ഫോൾ ആയിരിക്കും ഇതിനൊക്കെ കവർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് റൂൾ. ഇൻ കേസ് നാളെ ഇത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് വീക്ക്നെസ് ആണ്. അപ്സൈഡ് പോകാനുള്ള വീക്ക്നെസ്, അപ്സൈഡ് പ്രൈസ് പോകാനുള്ള ഒരു ഇതിലില്ല. ദാറ്റ് മീൻസ് വീക്ക്നെസ് ആണ്. ഫർദർ അപ്സൈഡ് ഇനി വീക്കായിരിക്കും. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ്സിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്ക് തരാൻ ഇന്ന് ഇച്ചിരി പാഴാണ്. അതുകൊണ്ട് ഞാൻ പ്ലീസ് എപ്പോഴെങ്കിലും തരാം കേട്ടോ എക്സ്പ്ലനേഷൻ, കൂടുതൽ എക്സ്പ്ലനേഷൻ. നിഫ്റ്റി മിഡ് ക്യാപ്സിൽ ഇത് സപ്പോർട്ടാണ്. ഓക്കെ, യെസ്, നെക്സ്റ്റ് സപ്പോർട്ട് ഇതാണ്. ഓക്കെ, സോ കൗണ്ട് ചെയ്താൽ മതി. ഇതിനകത്ത് നമുക്ക് കൗണ്ട് ചെയ്യാനുള്ളത് ഇങ്ങനെ 1, 2, 3, 4 and 5. യെസ്, ഇത് 5 ആയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് 50 minutes ടൈം ഫ്രെയിമിൽ 5 മൂവ്സ്. 1, 2, 3, 4 and 5 എക്സാക്ട്ലി 5 ആയിട്ടുണ്ട്. 5 മൂവ് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇതിങ്ങനെ. ഓക്കെ, ബട്ട് എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ആണ് ഇതിനകത്ത്. യെസ്, ഇതാണ് ഇതിനകത്ത്. സോ പ്രൈസ് താഴേക്ക് വന്നാൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് മുകളിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ,
സോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.